പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മാന്യ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ചുറ്റുപാടും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അയൽവാസികളും ഞങ്ങളുടെ രക്തത്തിൽ നിന്നും രക്തവും മാംസത്തിൽ നിന്നും മാംസവുമായ സകല സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രികാലം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്നേഹിതനും ഞങ്ങളോട് ഒന്നിച്ച് ശുശ്രൂഷിക്കുന്നതുമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ സംസാരിക്കുവാനും അത് അനുഗ്രഹമായിരിക്കുവാനും ഇടയായി തീർന്നു എന്നറിയുവാൻ ഇടയായി. നാളെ കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസനെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവരൊക്കെ എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ്. ഞാൻ എല്ലാവരെയും പേര് പറഞ്ഞിന്ന് വെൽക്കം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ്. ഈ ശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തുക മാത്രമാണ് നാം ചെയ്യുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ റോമാലേഖനം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്ര ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ മർമ്മപ്രധാനമായ ഒരു വിഷയം 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ശേഷം തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 1 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യവും നമ്മെ യേശു ക്രിസ്തു ആരാണെന്ന് പഠിപ്പിക്കുകയാണ്. അതിനുശേഷം ഈ പറയുന്ന ഭാഗങ്ങളിലൂടെ മാത്രമേ ഇന്ന് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എങ്കിൽ തന്നെയും ചിലപ്പോൾ ഇത്രയും ഭാഗത്തൂടെ കടന്നു പോകാനുള്ള സമയം കിട്ടുകയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതുകൂടാതെ പലപ്പോഴും നാം പറഞ്ഞു വിടുന്ന 2 നിയമങ്ങൾ, അതിൻ്റെ ആധികാരികത, അതെല്ലാം എന്തുകൊണ്ടാണെന്നറിയത്തില്ല, പലരും മറന്നു കളയുന്ന അനുഭവത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ഞാൻ പെട്ടെന്ന് വചനത്തിലേക്ക് തന്നെ വരികയാണ്. വേദശാസ്ത്രത്തിൽ അഗ്രഗണ്യനായിരുന്ന ചാൾസ് ഹോഡ്ജ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനായിരുന്ന ഇദ്ദേഹം അരിസ്റ്റോട്ടിൽ എന്ന ഒരു യവന ശാസ്ത്രജ്ഞനെ കുറിച്ച് ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. അരിസ്റ്റോട്ടിൽ 3 വിധത്തിൽ ഈ പുസ്തകത്തെ കാണുന്നു എന്ന് പറയുവാനിടയായി. ശാസ്ത്രത്തെ 3 വിധത്തിൽ കാണുന്നു എന്ന് പറയുവാനിടയായി. ഒന്ന്, പ്രകൃതിയെ നോക്കിയിട്ട് പ്രകൃതിയിലുള്ള സകലത്തിനെക്കുറിച്ചും താൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ താൻ പറഞ്ഞു ഊർജതന്ത്രം എന്ന് പറഞ്ഞു. കണക്കുകളെയും അതിൻ്റെ വരകളെയും കുറികളെയും നോക്കിയിട്ട് ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഇതിന് ഗണിതശാസ്ത്രമെന്ന്. വേദപുസ്തകം എന്താണെന്ന് താൻ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇത് ദൈവശാസ്ത്രം, ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമെന്ന് പറയുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു 7 കാര്യം പറഞ്ഞു. ഈ ശാസ്ത്രങ്ങളുടെ ശാസ്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷയം നസറയനായ യേശു. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല, മനുഷ്യൻ രക്ഷപ്പെടുവാൻ വേറൊരു മാർഗവുമില്ല, യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു മാർഗമില്ലേ ഇല്ല എന്ന്. ജ്ഞാനി, യവനൻ, ശാസ്ത്രജ്ഞൻ, വിദ്യാഭ്യാസത്തിൽ അഗ്രഗണ്യനായിരുന്ന ചാൾസ് ഹോഡ്ജ് ഈ അരിസ്റ്റോട്ടിലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ അരിസ്റ്റോട്ടിലിന് ഇത് എങ്ങനെ മനസ്സിലാക്കി നോക്കണം. ശാസ്ത്രത്തെ വിഭജിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ തുടങ്ങുകയാണ്. വേദപുസ്തകത്തിൻ്റെ ശാസ്ത്രത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ
അളവുകോൽ എത്രയെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ 39 പുസ്തകത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം. 5 പുസ്തകങ്ങളെ മോശ എഴുതി. അതിനെ പഞ്ചതന്ത്രം അല്ലെങ്കിൽ പെന്റുട്ടച്ച് എന്ന് പറയുന്നു. ഈ 5 പുസ്തകങ്ങളിൽ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. 2400 വർഷത്തെ ചരിത്രം പറയുവാനുള്ള പുസ്തകം. 2400 വർഷത്തെ ചരിത്രം പറയുന്ന ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ 4 യുഗങ്ങൾ കടന്നു പോകുന്നുണ്ട്. 4 യുഗങ്ങൾ മാത്രമല്ല, 4 ഉടമ്പടികളും ആ പുസ്തകത്തിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ശാസ്ത്രമാണ് ഈ പുസ്തകമെന്ന് പറയുമ്പോൾ, ഒന്നാമത് ശാസ്ത്രത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഭൂമിയുടെ സൃഷ്ടിപ്പ്, മനുഷ്യന്റെ സൃഷ്ടിപ്പ്, സകല ചരാചരങ്ങളുടെയും സൃഷ്ടിപ്പ്, സൂര്യചന്ദ്രന്മാരുടെ ക്രമീകരണങ്ങൾ, ആകാശമണ്ഡലങ്ങളുടെ ക്രമീകരണങ്ങൾ. അതായത് വെറുതെയല്ല ഒരു ക്രിസ്ത്യാനി ഈ പുസ്തകത്തെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഒരു മതത്തെയും കുറ്റം പറയുവാനല്ല, ഒരു മതം നല്ലതെന്നും മറ്റത് ചീത്തയെന്നും പറയുവാനല്ല. മതങ്ങൾക്ക് അവരുടേതായ അഭിപ്രായമുള്ളപ്പോൾ മനുഷ്യർക്ക് കണ്ടെടുക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ മനുഷ്യർക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന നിത്യരക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് ശക്തമായി പ്രതിപാദിക്കുന്ന ഒരേ ഒരു പുസ്തകം തിയോസ് ആൻഡ് ലോഗോസ്. തിയോളജിയിൽ വേദശാസ്ത്രം മാത്രമേയുള്ളൂ അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഒന്ന് പഠിച്ചു നോക്കിയാൽ യഹൂദനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അതുപോലെ തന്നെ ഒരുപോലെ വിലപ്പെട്ടയോ 5 പുസ്തകങ്ങളാണ് ഈ പുസ്തകങ്ങൾ. ഇതൊക്കെ നാം ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ അറിയാം. പലപ്പോഴും ബൈബിൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടെയാണ് ഞാൻ. നന്ദിയോടെ സ്തോത്രം. ഇവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ മൈക്കിലൂടെ ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is no condemnation. ശിക്ഷാവിധിയില്ല. പക്ഷേ ജീവന്റെ പ്രമാണത്തെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. പറയാം, വായിച്ചാട്ടെ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപപങ്കിലമായ മരണത്തിനടിമപ്പെട്ട പ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ മധു അവരുകൾ പ്രസ്താവിച്ചു, മരണത്തിൻ്റെ പ്രമാണത്തിന്, പാപത്തിൻ്റെ പ്രമാണത്തിന്, ശാപത്തിൻ്റെ പ്രമാണത്തിന് അടിമപ്പെട്ട് ജയിലറകളിലായിരുന്നു. എന്നാൽ ആ പ്രമാണത്തിൽ നിന്ന് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് കൂട്ടി വരുത്തിയ ദൈവത്തിന്റെ കരമെത്ര വലുതാ. മരണം നിന്നെ കീഴടക്കുവാൻ നോക്കിയപ്പോൾ മരണത്തെ ജയിച്ചെഴുന്നേറ്റവനായ യേശുവിന്റെ നാമത്തിൽ നിനക്ക് ജയമെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ പ്രിയ സഹോദര, ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവുണ്ടല്ലോ, നിന്റെ സകല പാപങ്ങളെയും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഈ പ്രമാണത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 പ്രമാണം. ഈ 2 പ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണം മോശ ഏറ്റുവാങ്ങുന്നത് സീനായി മലമുകളിൽ വെച്ചാ. എന്നാൽ ഈ കൃപാപ്രമാണം യേശു കൊടുക്കുന്നതും ഒരു മലയിൽ വെച്ചാ. അതിന് ഞങ്ങൾ പറയുന്നത് ഗിരിപ്രഭാഷണമെന്ന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 തൊട്ട് 7-ാം അധ്യായം 29-ാമത്തെ വാക്യം വരെ
ഗിരിപ്രമാണം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിലൂടെ പുതിയ നിയമത്തിൻ്റെ ചട്ടങ്ങളെയും അല്ലെങ്കിൽ മര്യാദകളെയും മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 8-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ മതി. ഇനി അത് ഗിരിപ്രഭാഷണം തുടങ്ങും. അതിനുശേഷം 8-ാം അധ്യായത്തിന്റെ 7-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യവും 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചാട്ടെ. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. മതി. അവൻ മലയിൽ കയറി, മലയിൽ നിന്ന് ഇറങ്ങി. ഈ ഭാഗം വായിക്കുമ്പോൾ ഒന്ന് സീനായി മലമുകളിലായിരുന്നു, അടുത്തത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് മലയിൽ കയറി പറയുകയാണ്. എത്ര പേർ ഗിരിപ്രഭാഷണം വായിച്ച് അത് ഗ്രഹിച്ചു എന്നറിയത്തില്ല. ഈ ലോകത്തിൽ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വസിച്ച് മുൻപോട്ട് ചരിക്കുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിൻ്റെ അന്ത്യം ഏറി വന്നാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം. നീ ഇവിടുന്ന് മടങ്ങിപ്പോകുന്നതിന് മുൻപ് ഈ ദൈവത്തിൻ്റെ വചനത്തിന് വെളിപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തിന് വചനത്തിന് കീഴ്പ്പെട്ട് നിന്റെ മാനുഷിക ചിന്തകളും പാപസംബന്ധമായ സ്വഭാവങ്ങളും മാറ്റിവെച്ച് ക്രിസ്തുവിനോട് ചേർന്ന് മരണമില്ലാത്ത രാജ്യത്തിൽ പ്രവേശിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും വിളിച്ചു പറ, പാപത്തിൻ്റെ ശമ്പളം മരണമായ ഈ മരണത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ഒരുവനുണ്ട്, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. മരണം നിന്നെ മാടി വിളിക്കുമ്പോൾ ഓരോ നിമിഷം കഴിയും തോറും മരണം നിന്നിലേക്ക് അടുത്തു വരികയാണ് സ്നേഹിത. നിമിഷം നിനക്കറിയത്തില്ല, ദിവസം നിനക്കറിയത്തില്ല, ആയുസ് നിനക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കാൽവറിയിൽ അർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ രക്തമല്ലാതെ മറ്റൊരു രക്തവും ഇല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മരണത്തെ കീഴ്പ്പെടുത്തിയവൻ. യേശുവിനെ കുറിച്ച് നോക്കിയാൽ യേശു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ഈ പ്രാർത്ഥനയ്ക്കകത്ത് വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്ന ഒരു കാര്യമാണ്, ഒരു രസകരമായ കാര്യം. Our Father who art in heaven, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പലരും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് 7 കാര്യങ്ങൾ മനുഷ്യനും തമ്മിലുള്ളതും 5 കാര്യങ്ങൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ളതാ. അത് ശരിക്കൊന്നിരുത്തി വായിക്കുമ്പോൾ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. മനുഷ്യനും കുരിശൊന്ന് നോക്കിക്കേ. ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇച്ചിരൂടെ പുറകെ നിൽക്കേണ്ടതാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ പ്രസംഗിക്കാം, നല്ല വ്യൂ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കടങ്ങളും പാരങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുന്നത്, ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ. പാര വെക്കാനല്ല, പരസ്പരം ക്ഷമിക്കുവാൻ. എന്നെ അല്പമെങ്കിലും തൊട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, മൈക്ക് കൊടുത്തപ്പോൾ മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷമിക്കുവാൻ കഴിയുമോ? ഓ, അതാണ് യേശുവിൻ്റെ സ്നേഹം, ദ ഡിവൈൻ ലവ് ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ ദിവ്യമായ സ്നേഹം.
ഹല്ലേലൂയ. ആ പറഞ്ഞപ്പോൾ എനിക്ക് എണ്ണീച്ച് വന്ന് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സഹോദരരെ ബഹുമാനിച്ച്, അല്ലാതെ ഇവിടുത്തെ ആ സിറ്റുവേഷൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാതിരുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ആർക്കെങ്കിലും പറയാമോ, തൻ്റെ ആരോടെങ്കിലും വൈരാഗ്യത്തോടെ നീ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് പറയാൻ പറ്റുമോ ദൈവത്തോട്, ഞാൻ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു തീരുമാനമെടുക്കുന്നതുകൊണ്ട് വീട്ടിൽ ചെല്ലുകയാണ്, ഞാൻ ഇന്ന് പറയും എന്നോട് ക്ഷമിക്കുവാൻ നിനക്ക് കഴിയുമോ? എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച, എന്നെ സൗഖ്യമാക്കിയ, എനിക്ക് അന്ധതയിൽ നിന്ന് അത്ഭുത പ്രകാശം തന്ന ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ ഞാൻ എൻ്റെ അയൽവാസിയോട് ക്ഷമിക്കുകയാ. ഞാൻ എനിക്ക് ദ്രോഹം ചെയ്തവനോട് ഇന്ന് രാത്രിയിൽ ക്ഷമിക്കുകയാ. ഞാൻ അവനെ വിലയ്ക്ക് വാങ്ങുവാൻ ആഗ്രഹിക്കുക. എങ്ങനെ? സ്നേഹത്തിൻ്റെ കൂട്ടിലേക്ക് വിലയ്ക്ക് വാങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ 2 പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രമാണം. ആത്മാവിൻ്റെ പ്രമാണം എന്താണ്? എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. നോക്കണം, ആത്മാവിൻ്റെ പ്രമാണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രമാണത്തിൽ 7 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിൽ ജീവനുണ്ട്, അതിൽ ശക്തിയുണ്ട്, അതിൽ വെളിപ്പാടുണ്ട്, അതിൽ ക്രിസ്തുവുണ്ട്, അതിൽ പുനരുത്ഥാനമുണ്ട്. അനേക വിഷയങ്ങൾ ആഴത്തിലേക്ക് അതിൽ പോകണം. എന്നാൽ ന്യായപ്രമാണം ഏവൻ തൊട്ട് വെളിപ്പാട് പുസ്തകം വരെയും പഠിക്കുമ്പോൾ ന്യായപ്രമാണം ഒരു കാലഘട്ടം വരെ നിൽക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം അവസാനിക്കുവാൻ തുടങ്ങുമ്പോൾ യോഹന്നാനും യേശുവും കടന്നു വന്നു. ഇതെല്ലാം ഞാൻ തൊട്ട് പോകുകയാണ്. യോഹന്നാനും യേശുവും കടന്നു വന്നു. നോക്കണം, ആദ്യത്തെ 5 പുസ്തകം പഞ്ചഗ്രന്ഥം, പിന്നെ 12 പുസ്തകം, അത് കഴിഞ്ഞിട്ട് പിന്നെ 5 പുസ്തകം, പിന്നെ ഒരു 5 പുസ്തകം, പിന്നെ ഒരു 12 പുസ്തകം, അങ്ങനെ 12, 5, 5, 12 അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് ആദ്യത്തെ 5, അങ്ങനെ 3, 5, 15, 24 കൂടെ കൂട്ടുമ്പോൾ 39 പുസ്തകം അങ്ങായി. എളുപ്പമാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് മർമ്മപ്രധാനമായ ഒരു പുസ്തകം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ 39 പുസ്തകത്തിനകത്ത്. അത് യോബിൻ്റെ പുസ്തകമാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ സഹോദരി ഒരു വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ട്രൈക്കായി പോയി. നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ്, ഇന്ത്യൻ നിയമം അനുസരിച്ച് എല്ലാത്തിൻ്റെ അകത്തും തമ്പിംപ്രശം വേണം. യോബിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അത് വിസ്ഡം ആൻഡ് ലിറ്ററേച്ചർ ബുക്കിൽ പെടുന്നതാണ്, വിസ്ഡം ആൻഡ് വിജ്ഞാന സാഹിത്യ ഗ്രന്ഥത്തിൽ പെടുന്നതാണ് പുസ്തകം. അതിൻ്റെ അകത്ത് യോബ് എഴുതി വച്ചിരിക്കുകയാ, മനുഷ്യൻ്റെ കൈയടയാളം മുദ്രയിടുന്നു. പ്രീസല്ലോ 37:7 വീട്ടിൽ ചെന്ന് വായിച്ചാലും മതി, അല്ലെ ഒന്ന് വായിച്ചു വേണം, പെട്ടെന്ന് വായിക്കാമെങ്കിൽ, അല്ലെ അത്രയും സമയം കൂടി എനിക്ക് കിട്ടും. മനുഷ്യൻ്റെ കൈയടയാളം മുദ്രയിടുന്നു. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. സ്തോത്രം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഫിംഗർ പ്രിന്റിനെ കുറിച്ചാ. അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പറയുക, പിന്നെ ചിലയിടത്ത് എഴുതി വെച്ചിരിക്കുന്നു, നീരൊഴുക്കുകളെ ചോരാതവണ്ണം തടച്ചു നിർത്തി ഗുപ്തമായിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ആണ്ട് എന്താ കാരണം എന്നറിയാമോ? ഞാനൊരു എഞ്ചിനീയറാണ്, എനിക്കറിയാം ഇതെങ്ങനെയാണ് ഈ വന്ന് വെട്ടമടിക്കുന്നതെന്നൊക്കെ. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, ഭൂമിയെ ശാസ്ത്രത്തെക്കുറിച്ചാണ്, ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ എഴുതി വച്ചിരിക്കുക, മനുഷ്യർക്കകലെ അവിടെ തൂങ്ങിയാടുന്നു ഈ സ്പേസിൽ. നോക്കണം, ഇന്ന് വീട്ടിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ഫ്രിഡ്ജിനെ കുറിച്ച് യോബിൻ്റെ പുസ്തകം എല്ലാം കൂടെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകുക. 30-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ മതി, അതിൻ്റെ അകത്തോണ്ട് ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കല്ലേ, ദൈവത്തെ ഓർത്ത് ഇങ്ങോട്ട് നോക്കണേ. നന്ദിയുടെ സ്തോത്രം. കാരണം ഞങ്ങളെ ഉള്ള സമയം കൊണ്ട് ഓടിച്ചു വിടുക. അത് അടുത്ത കാര്യം എന്താണെന്നറിയാമോ? ഫ്രിഡ്ജ്.
നമ്മുടെ അമ്മമാരെ, ഞങ്ങളുടെ അമ്മ പറയുമായിരുന്നു, മോനെ ബ്രിഡ്ജ് എന്ത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്താടാ ഇങ്ങനെ വർക്കാകുന്നത്? ഇടയ്ക്ക് ഈ കറണ്ട് പോകുമ്പോൾ അതങ്ങ് ഓഫാകും. അമ്മ കിടന്ന് വെള്ളം ഉണ്ടാക്കും, ഇതെല്ലാം ചീത്തയാകും, അതെല്ലാം ചീത്തയാകും എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ബ്രിഡ്ജിനൊരു കാര്യമുണ്ട്. ഇതാരാ കണ്ടുപിടിച്ചത്? ഒരു യഹൂദനാണ് കണ്ടുപിടിച്ചത്, ഡോക്ടർ വൈസ്മാൻ. ഹല്ലേലൂയ. നോക്കണമേ, അയാൾ തന്നെയാ ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചത്. യുദ്ധം വരുമ്പോഴും ക്ഷാമം വരുമ്പോഴും ആഹാരപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് പോലെ മഞ്ഞുകട്ടയ്ക്കുള്ളിൽ, ഐസ് കട്ടയ്ക്കുള്ളിൽ, തമിഴന്മാർ പറഞ്ഞത്, ഈ മഞ്ഞുകട്ടയ്ക്കുള്ളിൻ്റെ അകത്ത് എന്ത് വെക്കുമെന്ന് അറിയാമോ? ആഹാരപദാർത്ഥങ്ങൾ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ വൈസ്മാൻ 2 കാര്യം കണ്ടുപിടിച്ചു. വെടിമരുന്ന്, ആ വെടിമരുന്നിന് പകരം ഉപയോഗിക്കുവാൻ പറ്റുന്ന രാസവസ്തു കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഇംഗ്ലണ്ട് 1-ാം ലോകയുദ്ധത്തിൽ ജയിക്കുന്നത്. കണ്ടുപിടിച്ചിട്ട് ആ തിയറി വെച്ചിട്ട് ഇവൻ കണ്ടുപിടിച്ചതാ ബ്രിഡ്ജ്. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിൻ്റെ ശാസ്ത്ര സത്യങ്ങളെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ന്യായപ്രമാണം ശാസ്ത്ര പുസ്തകങ്ങളുടെ കൂമ്പാരമാ, പുതിയ പ്രമാണം അതിലും അപ്പുറമാ. എന്നാൽ ഒരു കാര്യം, വരിക, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം. എങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കണം? പൊടി കണ്ടുണ്ടാക്കി, സാദൃശ്യത്തിലുണ്ടാക്കി, സ്വരൂപത്തിലുണ്ടാക്കി. പൊടിയിൽ കിടക്കുന്ന മനുഷ്യൻ്റെ മേൽ ദൈവശ്വാസീയമായ ദൈവത്തിൻ്റെ ആത്മാവിനെ ഒന്നൂതി. മണ്ണിലേക്കല്ല ഊതിയത്, പൊടിയിലേക്ക്. പൊടി എന്തായി തീർന്നു? ഒരു ജീവനുള്ള 3 ശരീരമായി മാറി. നിങ്ങൾ ചോദിക്കും, അതെന്തോ ശരീരമാ സാറേ ഇത്? ഒന്നാമത്തെ ശരീരം ദേഹിയാണെങ്കിൽ, രണ്ടാമത്തേത് സോള്, മൂന്നാമത്തേത് സ്പിരിറ്റ്. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ദേഹം, ദേഹി, ആത്മാവ്. നോക്കണം, എന്തുകൊണ്ടാണ് യേശു സുവിശേഷം പറഞ്ഞപ്പോൾ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ എന്ന് പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നിങ്ങൾക്ക് പ്രൈസ് ദി ലോർഡും സ്തോത്രവും ഒക്കെ പറയാം. ഇത് കൺവെൻഷനൊന്നുമല്ല, മുറ്റത്തെ കൺവെൻഷനാണ്. വടി പോലെ ഇരുന്ന് വടി പോലെ കേട്ട് വടി പോലെ പോകാനുള്ളതല്ല ഈ ഇരിപ്പ്. പലപ്പോഴും ഒക്കെ ദൈവത്തെ ഒന്ന് ആരാധിക്കാം, സ്തുതിക്കാം, ഹല്ലേലൂയ പറയാം. ആരും അടിക്കത്തും പിടിക്കത്തും ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ആരും ഒന്നും പറയത്തുമില്ല. നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ മിക്കവാറും ഈ മോൻ്റെ കൂടെ ഞങ്ങൾ ഈ ഇത്രയും പ്രായത്തിൽ നിങ്ങൾ വിചാരിക്കും എന്താ ഈ അച്ചായം പറയുന്നതെന്ന്. ഇവർ കണ്ടിട്ട് തലമുടി വെളുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇവർ പറയുന്നത്. എന്നാൽ ഒരു കാര്യം, നിങ്ങളെക്കാട്ടി ഉഷാറായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരണമുള്ള ചാൻസ് ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വരണമെന്ന് വിചാരിച്ചാൽ ഈ 3 ദിവസവും ഇവിടെ വേണമെന്ന് വിചാരിച്ചതാണ്, പറ്റിയില്ല ഇന്നലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 3 കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞേ ചോടിപ്പോകട്ടെ. ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ സമയമാണ്. ഒന്നാമത്തെ, ഈ ദേഹമെന്ന് പറയുന്നത്, ഈ ദേഹത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ദേഹത്തിലൂടെ എന്തൊക്കെയുണ്ട്? ഞരമ്പുകളൊക്കെ വന്നു. ഒറ്റ ശ്വാസം, ദൈവശ്വാസീയം. ഇന്ന് ആരെങ്കിലും ഇതിൻ്റെ അകത്ത് രോഗിയായിരിക്കുന്നുവെങ്കിൽ, ദൈവശ്വാസീയമായ ദൈവത്തിൻ്റെ ആത്മാവ നിന്റെ മൺകൂടാരത്തിലേക്ക് ഊതുകയാ. ഇപ്പോൾ ഈ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്മേൽ ദൈവശ്വാസീയമായ ശക്തി ഊതുകയാ. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്ന ആത്മാവ, വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ആത്മാവ, പൊടിമേൽ പരിവർത്തിച്ച ആത്മാവ, ആറ്റിന്മേൽ പരിവർത്തിച്ച ആത്മാവ, മരിച്ചവന്മേൽ പരിവർത്തിച്ച ആത്മാവ. ഈ ശക്തിയോടെ ഇന്ന് രാത്രികാലം വ്യാപരിക്കുകയാ. അതെ, ഏതും മനുഷ്യനിലും വ്യാപരിക്കുവാൻ ശക്തിയുള്ള ആത്മാവ്. ഒന്ന്, പൊടിയുടെ അവസ്ഥ മാറി, സാദൃശ്യവും ദൈവശ്വാസിയവുമായി മാറി. മനസ്സാക്ഷി ഉണ്ടായി അവന്. സോൾ, മനസ്സാക്ഷി. അവന്റെ മനസ്സാക്ഷി നല്ലതും തീയതും തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിയന്ത്രണത്തിലായി. അടുത്ത് ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിലായി. മനസ്സാക്ഷി പറഞ്ഞു,
ഞാൻ ആ സ്ത്രീ, രണ്ടാമത് സ്ത്രീയുടെ കാര്യം ഒന്നുകൂടെ പറഞ്ഞേച്ച് പോകാം. അല്ലെ പിന്നെ പറയും സഹോദരിമാർ പോയി കഴിയുമ്പം ഇവിടുത്തെ സംഘാടകരോട് ചോദിക്കും. എല്ലാവരുടെയും പേരും നാളും റിപ്പോർട്ടും ഒന്നും പറയാനുള്ള സമയമില്ല ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്പോർട്ടും നാളും സമയം ഒന്നും പറയാഞ്ഞത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അത്രയേ ഉള്ളൂ. ചരിത്രവും പശ്ചാത്തലവും ഒക്കെ പറഞ്ഞു വന്നാൽ പ്രസംഗിച്ചവരെയും പാട്ടുകാരെയും ലൈറ്റുകാരെയും മൈക്കുകാരെയും ഫാൻകാരെയും കാറുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും കൂടെ പറഞ്ഞു വന്നാൽ ഒരു 10-15 മിനിറ്റ് പോകും. എന്തിനാ വെറുതെ സമയം കളയുന്നത്? കിട്ടുന്ന സമയം തമ്പുരാനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം പറയുകയാ, സ്ത്രീയെ സൃഷ്ടിക്കുവാൻ വേണ്ടി യവൻ മാറി മാറി ഇരിക്കുക. ഒരു ചൈനീസ് കഥ ഞാൻ വായിച്ചതാ. പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കഥ ഞാൻ വായിക്കാറുണ്ട്, പല പ്രസംഗങ്ങളിലും ആ കഥ ഞാൻ എടുത്തിടാറുണ്ട് കേട്ടോ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ കഥയും കൂടെ ഒന്ന് വായിച്ചോണം. ഞാൻ എഴുതി അയക്കുന്നത്, ഞാൻ ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതുന്നുണ്ട്, എക്സറ്റോളജിയെക്കുറിച്ച്. വായിച്ചിട്ടില്ലയോ? അപ്പോൾ ഞാൻ എഴുതുന്നുണ്ട്. അതിവിടെ ഇടയ്ക്ക് ഇവരുടെ ആരുടെയും അഡ്രസ്സൊന്നും എനിക്കില്ല. VR1 ക്രൈസിൻ്റെ മാഗസിനിലിടാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. പറയട്ടെ, ഇവിടെ നിർത്തുകയാണ്, എന്നിട്ട് ഞാൻ തുടങ്ങുകയാണ് വീണ്ടും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു രാഷ്ട്രീയമായ നിയമമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആ സമയമൊക്കെ എനിക്കറിയാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടിരുന്നാൽ മാത്രം മതി. ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദാം ചെന്ന് മരത്തിൻ്റെ ചോട്ടിലിരിക്കും. ഒത്തിരി പൂച്ച ഓടിക്കളിക്കുന്നു, പട്ടി ഓടിക്കളിക്കുന്നു, കഴുത ഓടിക്കളിക്കുന്നു എന്ന് വേണ്ട, സകലതും തോട്ടത്തിൽ ഓടിക്കളിക്കുന്നു. എന്തോ ഒരു ഭംഗി ഇതിനെയൊക്കെ കാണാൻ, എന്തൊരു സൗന്ദര്യം. പക്ഷേ അവൻ എന്ത് ചെയ്യുന്നറിയാം? ഒന്നിനെയും തിരഞ്ഞെടുത്തില്ല. അവസാനം യവൻ്റെ ഈ നടപ്പ് കണ്ടുകൊണ്ട് തമ്പുരാൻ ഒരു വിഷമം തോന്നി, അവനെ ഒന്ന് മയക്കിക്കിടത്തി. എന്നിട്ടോ അവനിൽ നിന്നൊരു സ്ത്രീയെ പുറപ്പെടി വെച്ചു, ഉണ്ടാക്കി. സ്ത്രീയെ ശ്വാസമൂതിയില്ല, അവൻ്റെ ജീവനിൽ നിന്ന് തന്നെ മാറ്റിയെടുത്തേതു. മാസ്റ്റർ തിയോളജി പഠിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിൽ ചില പുസ്തകങ്ങൾ വരുന്നുണ്ട്. ആ പുസ്തകങ്ങളിലൂടെ ചേർത്ത് പഠിക്കണം. അതിൻ്റെ അകത്ത് എവളെ മാറ്റിയിട്ട് യവന് തമ്പുരാൻ അവനെ മയക്കിക്കിടത്തിയാണെങ്കിലും എവളെ സൃഷ്ടിച്ച് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ പറയുക, തമ്പുരാൻ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, എവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എവളെൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാ, അതുകൊണ്ട് ഇവൾക്ക് ഞാൻ നാരീനെ പേരിടത്തുള്ളൂ. ഹല്ലേലൂയ. നോക്കണം, ഒരു പോത്തിനെ പാരിയാക്കാൻ പറ്റാത്ത ആദമിന് പറ്റിയ ഒരു തുണയെ, തക്കതായ ഒരു തുണയെ തമ്പുരാൻ ഒരുക്കി കൊടുക്കുകയാണ്. രണ്ടുപേരും വലിയ കാര്യമായിരുന്നു. ന്യായപ്രമാണമാണ് പറയുന്നത്. രണ്ടുപേരും വലിയ കാര്യമായിരുന്നു. പക്ഷേ ഒരു അബദ്ധം പറ്റി. അവളിൽ വ്യാപരിച്ചിരുന്ന സോളിനെ ആ പിശാച് വഞ്ചിച്ചിട്ട് അവനും അതേ വഞ്ചനയിൽ പെട്ടുപോകുവാനിടയായി. കാരണം ആദാമിന് എവിടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായതുകൊണ്ട് എവിടെ ഉപേക്ഷിക്കുവാൻ ആദാമിന് മനസ്സില്ല. അവിടെ കൊണ്ട് ഞാൻ വിടുകയാണ്. ന്യായപ്രമാണം മരണത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, ലംഘനത്തെക്കുറിച്ച് നമ്മളെ വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തുന്ന ഒരു കാര്യമുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. കഴിഞ്ഞില്ല, ഏദൻ വിട്ട് ഒന്നാമത്തെ ഏദനിലെ തകർച്ചയോടെ മടക്കി വെച്ചു. നിഷ്പാപ യുഗത്തിൽ അവർ ദൈവത്തോട് അനുസരണം കാണിച്ച് പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിലേക്ക് മാറ്റപ്പെട്ടു. ആദാമും ഭാര്യയും മരണത്തിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ രണ്ടാമത്തെ യുഗം മനസാക്ഷി യുഗം, 3 മനുഷികഭരണ യുഗം, 4 വാഗ്ദത്ത യുഗം തീർന്നു. അതിനു മുൻപ് ഈ വാഗ്ദത്ത യുഗമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയ കാര്യം സംഭവിക്കുകയാണ്. എന്താണെന്നറിയാമോ? മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം 1656 വർഷം അവിടെ ജലപ്രളയമുണ്ടാകിയ കാരണം ദൈവകോപം, ദൈവാനുസരണമില്ലായ്മ. ദൈവത്തോട് പാപം ചെയ്തു. ദൈവം പറഞ്ഞു, എപ്പോഴും മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുകയില്ല. അവൻ്റെ ഹൃദയം എപ്പോഴും വഷളത്വം കൊണ്ട് നിറഞ്ഞു. ആ വഷളത്വത്തിൽ നിറഞ്ഞ മനുഷ്യൻ എന്തു പറ്റിയെന്നറിയാമോ? ജലപ്രളയത്താൽ നശിച്ചു. എന്നാൽ അതിൻ്റെ അകത്ത് ഒരു 8 പേർ രക്ഷപ്പെട്ടു. അവർ യഹോവയായ ദൈവത്തോട് ചേർന്ന് നിന്നവർ. അവരെല്ലാവരും ചേർന്ന് നിന്നില്ല, അവരുടെ അപ്പനായ നോഹ ചേർന്ന് നിന്നു. അപ്പൻ ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ദൈവം മരണത്തിൽ നിന്ന് നിന്നെ വിടിവെച്ചേക്കാം. നിന്റെ അമ്മ ഇടിവിൽ നിൽക്കുന്നത് കൊണ്ട്, സ്നേഹിത, മകനെ, മകളെ, നിന്നെ ദൈവം വിടിവെച്ചേക്കാം.
ഒരു കാര്യം മറന്നു പോകരുത്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമയായി ജീവിക്കുന്ന നിന്നെ ചിലരുടെ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന വിടിവെച്ചേക്കാം. മടങ്ങി വരുവാനുള്ള രാത്രിയിലെ സന്ദേശമായത്. ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ ഒരു പ്രഭാതം നിനക്കുണ്ടാകുമോ എന്നറിയത്തില്ല. പ്രിയ സ്നേഹിത, എൻ്റെ ശബ്ദത്തിങ്കൽ നീ ഇങ്ങനെ വിളിച്ചു പറ ദൈവത്തോട്, ഹല്ലേലൂയ, ദൈവമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണേ, പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ആ വാക്യങ്ങളെല്ലാം വായിച്ച് പ്രസംഗിക്കുവാൻ പറ്റുകയില്ലല്ലോ. ഈ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ 39 പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു നിർത്തി. എന്നാൽ അടുത്തതായിട്ട് വരുന്ന 27 പുസ്തകങ്ങളിൽ ആദ്യത്തെ 4 സുവിശേഷം, ആദ്യത്തെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം, അതിൽ നിന്ന് പകർത്തി എഴുതിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ സിനോപ്റ്റിക് ഗോസ്പൽ, പിന്നെ അടുത്തത് യോഹന്നാൻ്റെ യൂണിക്കായിട്ടുള്ളൊരു ഗോസ്പലുണ്ട്. അതിനുശേഷം ഒരു അപ്പോസ്തല പ്രവൃത്തി. എന്തിനാണെന്നറിയാമോ അപ്പോസ്തല പ്രവൃത്തി അവിടെ കൊണ്ടിട്ടത്? തിയോഫിലോസിനോടുള്ള കാര്യം പറയാനൊന്നും മാത്രമല്ല, ഈ പത്രോസിനെ ഒന്ന് കാണിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. പൗലോസിനെ ഒന്ന് കാണിക്കേണ്ടതിന് വേണ്ടി എഴുതിയതാ. ഈ ദേശത്തോട് പറയുകയാ, അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറഞ്ഞ പുസ്തകം. ഒരാളെന്നോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നു, ഈ പ്രസംഗത്തിൽ മത്തായി എഴുതി, മർക്കോസ് എഴുതി, ലൂക്കോസ് എഴുതി, ഇവരൊക്കെ എഴുതിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെങ്ങനെ മനസ്സിലാകാനാണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ മുറ്റത്തെ കൺവെൻഷന് പ്രസംഗിക്കേണ്ടതാണ് ഈ പുസ്തകങ്ങളെക്കുറിച്ച്. അവരാരുമല്ല ഇതിൻ്റെ എഴുത്തുകാർ. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അവർ നിയോഗിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അവരെ ദൈവം അതിനു വേണ്ടി ഒരുക്കിയെടുത്തതാ. യോഹന്നാൻ പറഞ്ഞത് എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ. അപ്പൊ യേശു പറഞ്ഞത് എന്താ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ. അവിടെയാണ് ഞങ്ങൾ ചേർത്തു പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മുകളിൽ ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശുവിൻ്റെ സുവിശേഷ പ്രസംഗം യോഹന്നാൻ തടവിലായതിനു ശേഷം, ഒരുവനെ തടവിലാക്കിയാൽ, ഒരുവനെ കൊന്നുകളഞ്ഞാൽ മറ്റൊരുവൻ എഴുന്നേറ്റ് വരും. ഈ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ 4 സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ 4 സാമ്രാജ്യങ്ങൾ എങ്ങോട്ട് പോയി? അവസാന കാലഘട്ടത്തിലെ സാമ്രാജ്യങ്ങളാണ് പറയുന്നത്. ഈ അവസാന കാലഘട്ടത്തിൽ യേശുവിനെ ക്രൂശിക്കുന്ന സമയം റോമാ സാമ്രാജ്യമാകൊണ്ടായിരുന്നത്. അതിനു മുൻപ് പേർഷ്യ സാമ്രാജ്യം, അതിനു മുമ്പ് ഈ ബാബിലോണിയ സാമ്രാജ്യം, അസിറിയൻ സാമ്രാജ്യം. ഇവരൊക്കെ എങ്ങോട്ട് പോയി? എന്നാൽ പുസ്തകത്തെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുവാൻ നോക്കിയ സാമ്രാജ്യങ്ങൾ എല്ലാം ഭൂമിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഇന്നും ഈ പുസ്തകം നിലനിൽക്കുന്നു, യേശുവിൻ്റെ വചനവും നിലനിൽക്കുന്നു. റോമാ സാമ്രാജ്യം പറഞ്ഞു, ഈ യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയ യോഹന്നാനോട് പറഞ്ഞു, നിന്നെ ശരിയാക്കുന്ന കാര്യം ഞങ്ങളേറ്റെന്ന്. 3 പ്രാവശ്യം തിളച്ചെണ്ണയിലിട്ടിട്ടും ഈ കിളവൻ ചാവാഞ്ഞന് ഈ കിളവനെ എങ്ങോട്ട് വിട്ടെന്നറിയാമോ? പത്മോസ് എന്ന ദ്വീപിലേക്ക് അയച്ചു. അവിടെ കിടന്ന് ചാകട്ടെന്ന് വിചാരിച്ചു. എന്നാൽ ആ ചാവാനല്ല വിട്ടത്. നിങ്ങളെ കൊണ്ട് അഗ്നിയിലിട്ടാലും അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നെ മുക്കുകയില്ല, അഗ്നി അതിൽ 4-മനായി കടന്നു വരും. അതുപോലെ തന്നെ നദിയിൽ നിന്നെ അപ്പുറം കടത്തുവാൻ ശക്തിയുള്ളവൻ. ഈ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലൂടെ ഓടി വരുന്നതാണ്, സമയം പോവും. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ,
പുറപ്പാട് പുസ്തകം ഒന്ന് നോക്കി ഫറവോൻ വിചാരിച്ചു യവന്മാർ ഈ കടലിൻ്റെ നടുക്കി പോയി മുടിഞ്ഞത് തന്നെ. ഫറവോനേ, ഈ ജനമുണ്ടല്ലോ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാ, ഈ ദൈവമക്കൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാ. ഈ ചെങ്കടൽ അവർക്കൊരു ചുക്കുമല്ല. എന്നാൽ ഞങ്ങളുടെ മുമ്പിൽ പോകുന്ന മോശയുണ്ടല്ലോ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. അവൻ ഞങ്ങൾക്ക് വേണ്ടി വഴിയെ തുറക്കുവാൻ ശക്തിയുള്ള ദൈവമാ. അത് കഴിഞ്ഞ് പെട്ടകം ചുമന്നുകൊണ്ട് വന്നവൻ കാലി ചവിട്ടിയപ്പോൾ യോർദാൻ പിൻവാങ്ങി, അപ്പുറത്ത് കിടന്നു. അത് മാത്രമല്ല, അഗ്നിയിലേക്ക് ഇട്ടിയപ്പോൾ 3 പേരെ അഗ്നിയിലേക്ക് ഇട്ടു. നോക്കിയപ്പോൾ 4 പേര് നടക്കുന്നു. അഗ്നി അവന്മാരെ കൊല്ലുവാൻ ഉള്ള പരിപാടി നോക്കി തീയിലിടാൻ കൊണ്ടുവന്നവൻ എന്ത് ചെയ്യുന്നറിയാമോ? തീക്കകത്ത് ദഹിച്ചു പോയി, ബന്ധുപോയി. എന്നാൽ തീക്കകത്ത് നടക്കുന്ന അതിനെന്താ കാരണമെന്നറിയാമോ? നിന്റെ തലയിലെ ഒരു രോമം നിലത്ത് വീഴണമെങ്കിൽ ദൈവം അറിയണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയട്ടെ, ഈ ദേശത്തോട് സുവിശേഷം പറയുക. കാരണമുണ്ട്. ഈ ദേശം നമ്മുടെ ദേശമാണ്, നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്, നമ്മുടെ അയൽക്കാരാണ്. അവരോട് ഇത് കേൾക്കണം. ഒരു കാലത്ത് നീ ന്യായവിധിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ നീ പറയേണ്ട ഒരു കാര്യം, ഞാൻ അറിയിച്ചതാണ് സുവിശേഷം, പക്ഷേ അനുസരിച്ചില്ല. മൂന്നാമത്തെ കാര്യം പറയുക. ഞാൻ ദൈവശാസ്ത്രത്തിൽ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ശക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പിള്ളേർ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ചന്ദ്രനിലോട്ട് പോയി അവിടെ പോകുന്നുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാൽ നിത്യതയിലേക്ക് പോകാൻ ഒരു ശാസ്ത്രം ഇതിൻ്റെ അകത്തുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് യഹൂദനല്ല, യവനനല്ല, അല്ലെങ്കിൽ ജാതിമത ഭേദമന്യേ സകലർക്കും മക്കളെന്ന സ്ഥാനത്തേക്ക് വിളിക്കുവാൻ ഒരവകാശം കൊടുക്കുകയാണ്. ന്യായവിധി ഒത്തിരി നടന്നിട്ടുണ്ട് അതിന് മുൻപ്. എന്നാൽ ഈ ന്യായവിധിയിൽ നിന്നെല്ലാം മാറി തമ്പുരാൻ പറയുകയാണ്, കാൽവറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഗതസമന മുതൽ കാൽവറി വരെയുള്ള യാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒരിക്കൽ പോലും നീ മരിക്കേണ്ടിടത്ത്, ഞാൻ മരിക്കേണ്ടിടത്ത്, നമ്മൾ മരിക്കേണ്ടിടത്ത് അവനെ പിടിച്ചുകെട്ടി കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. പിടിച്ചുകെട്ടിക്കൊണ്ടുവരികയാ. ഗതസമന തോട്ടത്തിൽ വെച്ച് താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. തൻ്റെ കൂടെ പോയവർ ഗതസമന തോട്ടത്തിൻ്റെ താഴ്വാരത്തിൽ 4 അല്ലെങ്കിൽ 9 പേരെ ഇരുത്തി 3 പേരുമായി, അല്ലെങ്കിൽ 8 പേരെ ഇരുത്തി 3 പേരുമായി മുകളിലേക്ക് പോയി. നോക്കിക്കോണം, യേശു മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശരീരത്തിലെ രോമകൂപങ്ങളിൽ നിന്ന് രക്തം ആ പാറമേൽ വീഴുകയാ. എന്നാൽ അവിടെ അത് കഴിഞ്ഞില്ല. ശേഷം പിന്നെയും താൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാതെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമക്കൾ ഇപ്പോൾ ഉറങ്ങിയാലുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഉറങ്ങരുത്. ഉറങ്ങേണ്ടത് എപ്പോഴാണെന്നറിയാമോ? നമുക്കൊരു വിശ്രമമുള്ളപ്പോൾ. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, എന്ന് വേണ്ട സകല മാനവരാശിക്കും വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ഇപ്പോൾ നാം കാണുന്നുണ്ട് മണിപ്പൂർ, നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയത്തില്ല. നാം ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും എൻ്റെ വചനം, കാരണം എനിക്കറിയാം സമയം. ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ യേശുവിനെ ഗതസമനയിൽ നിന്ന് ഗബഥായിലേക്ക് കൊണ്ടുവന്നു. ഗതബായിൽ ഒരു കുഞ്ഞാടിനെ പിടിച്ച് കുനിച്ച് കെട്ടി നിർത്തുന്നത് പോലെ അവൻ്റെ വസ്ത്രമൊരിഞ്ഞ് കൽത്തൂണിന്മേൽ തൂക്കി നിർത്തി, അല്ലെങ്കിൽ കുനിച്ച് നിർത്തി, പുറം ഉഴുവുചാല് പോലെ അടിച്ചു ചീറി. ആ ചാട്ടവാറിൻ്റെ അഗ്രത്ത് 12 വിധ കൊളുത്തുകളും ചാട്ടവാറ് 12 അഗ്രങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഓരോന്നിലും മുള്ള, കൊളുത്ത് എന്ന് വേണ്ട സകലതും ചുമരെ രോമം പിടിച്ചു വലിച്ച് മുറിവുണ്ടാക്കി. അത് മാത്രമല്ല, അവൻ്റെ തലയിൽ 4 ഇഞ്ച് നീളമുള്ള മുൾമുടി മുച്ചച്ച് അടിച്ച് താഴ്ത്തി. അവൻ്റെ കണ്ണിനകത്തുകൂടെ ഇറങ്ങി, സൈഡിൽ കൂടെ ഇറങ്ങി ഒരു
കമൻട്രിയിൽ ഞാൻ വായിച്ചത് 4 ഇഞ്ച് നീളമുള്ള മുള്ളവൻ്റെ ഈ ഭാഗങ്ങളിലൂടെ കണ്ണിൽ ഇറങ്ങി വരുമ്പോൾ കർത്താവിന് സഹിക്കവയ്യാത്ത വേദനയായിരുന്നു. എന്നാൽ എന്തിനു വേണ്ടി അവൻ മരിച്ചു? എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ ഫലമായി. ഏദനിൽ മർമ്മപ്രധാനമായ ഒരു കാര്യം പറഞ്ഞു. ഏദനിൽ യഹോവയായ ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും. അത് ശാസ്ത്രമാണ്. സ്ത്രീയുടെ സന്തതി മാത്രമായി ജനിക്കുന്നത്. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും. അവൻ നിന്റെ പാപങ്ങൾക്ക് പരിഹാരയാഗമായി തീരും. ആ മുൾമുടി അടിഞ്ഞവനായി യേശുവിനെ ഗബഥമുഴൽ കാൽവറിയിലേക്ക് വലച്ചിഴച്ചുകൊണ്ട് പോകുക. പച്ച പൈൻ മരക്കുരിശ് അവൻ്റെ തോളിലേൽപ്പിച്ചു. 150-200 കിലോ വരും ഭാരം ഏകദേശം. ആ വഴിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് കുറനക്കാരനായ ശീമോൻ വരികയാ. ശീമോൻ വന്നിട്ട് യേശുവിൻ്റെ കുരിശ് ചുമക്കുകയാ. പടയാളികൾ അവനെ നിർബന്ധിച്ച് കുരിശ് ചുമപ്പിക്കുകയാ. നോക്കണമേ, ഇന്ന് രാത്രിയിൽ പറയട്ടെ, പ്രിയ സ്നേഹിത, പ്രിയ അയൽവാസിയെ, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച വേറൊരു ദൈവമുണ്ടോ? നിനക്ക് വേണ്ടി മരിച്ച വേറൊരു ദൈവമുണ്ടോ? ഈ ഭൂമിയിൽ അനേക ദൈവങ്ങൾ ജനിക്കുന്നു, അവർ മരിക്കുന്നു. എന്നാൽ ജനിച്ച് മരിക്കാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ നസ്രയനായ യേശുവ. അവൻ മരിക്കാത്ത ദൈവമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കാൽവറിയിൽ മരിച്ച് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി ഉഴവുചാല് പോലെ അടിച്ച് പുറം കീറി ആരും പണിയാൽ കൈകാലുകൾ തറച്ചു അവനെ കുരിശിൽ തറച്ച് കൊന്നു എന്ന് റോമാ സാമ്രാജ്യം വിചാരിച്ചു. അവരെഴുതി വെച്ചു യഹൂദന്മാരുടെ രാജാവ് എന്ന് മാത്രമല്ല, അവനെ അരിമത്യക്കാരനായ ജോസഫ് എടുത്തുകൊണ്ടുവന്ന് കല്ലറയിൽ രാജാക്കന്മാരെ അടക്കുന്നത് പോലെ 100 റാത്തൽ സുഗന്ധദ്രവ്യം കൊണ്ടും അവനെ അടക്കി കല്ലറയിൽ സീല് വെച്ച് അടക്കി വെച്ചു. ഒരു സീല് കൊണ്ടും നിന്റെ ദൈവത്തെ അടക്കി ഒതുക്കി വെക്കുവാൻ ഒരു രാഷ്ട്രത്തിനും കഴിയത്തില്ല, ഒരു ജാതിക്കും കഴിയത്തില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ല. യേശു ജീവിക്കും. അതെ, എൻ്റെ യേശു ജീവിക്കും. അവനെ അടക്കിയ കല്ലറയ്ക്കകത്തു നിന്ന് 3-ാം ദിവസം കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതെ, യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം പലർക്കും പ്രത്യക്ഷനായി. 40 ദിവസം കഴിഞ്ഞ് 40-ാം ദിവസം അവൻ ഗലീലയിൽ നിന്ന് ആകാശത്തിലേക്ക് കയറിപ്പോയി. ഗലീല പുരുഷന്മാർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ദൂതൻ പറയുകയായി, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ വീണ്ടും വരും. വീണ്ടും വരുന്ന പ്രത്യാശയോടുകൂടെ ജീവിക്കുന്ന ജനമാണ് നിൽക്കിയിരിക്കുന്നത്. അതെ, അവൻ വാതിക്കൽ നിന്ന് മുട്ടുകയാ. പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നത് പോലെ അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ എന്തു ചെയ്യും? അത്താഴം കഴിക്കും. ഇന്ന് രാത്രി ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ അവസാനം ഇപ്രകാരം പറയട്ടെ: സകല യുഗങ്ങളും പരാജയപ്പെട്ടപ്പോൾ യുഗങ്ങളുടെ മുൻപിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. അതാ പറഞ്ഞത്, കാലം തികഞ്ഞു. അതായത് ഏദനിൽ കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ കാലം തികച്ചുകൊണ്ട് ഞാൻ സുവിശേഷമായി മുന്നോട്ട് വരികയാണെന്ന് യേശു വിളിച്ചു പറയുക. കാലം എസ്കറ്റോസ് ആൻഡ് ലോഗോസ്. ഹല്ലേലൂയ. ദൈവവും ഹല്ലേലൂയ ഈ വചനവുമാകുന്ന ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. കാലത്തിനതീതനായവൻ, കാലത്തെ ജയിച്ചവൻ, കാലസമ്പൂർണതയിൽ അവൻ കടന്നു വന്നു. എന്തിനു വേണ്ടി? അവൻ വിളിച്ചു പറയുക, ഞാൻ ഇന്ന് നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാ. പ്രിയ സ്നേഹിത, പ്രിയ ദൈവമക്കളെ, ദേശമേ, ഇന്ന് രാത്രിയിൽ ശബ്ദത്തിന് മുൻപിൽ നീ കാതുകൾ മുട്ടുകുമ്പോൾ, ഇന്ന് രാത്രി ഈ ശബ്ദത്തിന് മുൻപിൽ നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തിക്കൊടുക്കാമോ? നിശ്ചയമായും യേശു നിന്നെ സ്വീകരിപ്പാൻ ശക്തിയുള്ളവൻ. നിന്റെ പാപത്തെ മാറ്റുവാൻ, നിന്റെ രോഗത്തെ മാറ്റുവാൻ, നിന്റെ ശാപത്തെ മാറ്റുവാൻ, നിന്റെ മദ്യപാനത്തെ മാറ്റുവാൻ, നിന്റെ മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽ നിന്നെ വിളിച്ചെടുക്കുവാൻ ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുകയാ. മടങ്ങി വരാമോ? അതേ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇനി അധികം സമയമില്ല ദൈവമക്കളെ, സമയം തീരാറായി. യേശു വരുന്നു. അവൻ എത്രയും വേഗം മടങ്ങി വരും. നാം ഒരു മർത്യമായ ശരീരത്തെ വിട്ടുകൊണ്ട് ഒരു അമർത്യമായ ശരീരം പ്രാപിച്ചുകൊണ്ട് നാം അവനോടുകൂടെ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പോകുന്ന കാലമായി.
കാലം തികഞ്ഞു. ഞാൻ ആദ്യം വായിച്ചല്ലോ 2 വാക്യം, അതിന്റെ എല്ലാം പറയുവാൻ കഴിഞ്ഞില്ല. എങ്കിൽ തന്നെയും ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിക്കുന്ന ജീവിതമേ, നിനക്ക് വേണ്ടി മധ്യാകാശത്തിൽ ഇടങ്ങി വരുന്ന ആ ദൈവത്തെ നോക്കിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ ഇടയായി തീരട്ടെ. മധ്യാകാശത്തിൽ അവനോടൊത്ത് നാം കാണും. ഈ മർത്യമായ ശരീരത്തെ വിട്ടുകൊണ്ട്, അമർത്യമായ ശരീരത്തെ പ്രാപിച്ചുകൊണ്ട് നമുക്ക് അവന് വേണ്ടി നിൽക്കാം, എഴുന്നേൽക്കാം. നമുക്ക് അവന് വേണ്ടി നിൽക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതെ, കാലം തീരാറായി, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത്രയും സമയം അനുവദിച്ച സംഘാടകർക്കും ദൈവദാസന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം നന്ദി പറയുന്നു. പ്രത്യേകാൽ VR1 ജീസസിന്റെ ഒരു പ്രവർത്തനം കൂടിയാണ് ഞാൻ. സൈമനോടൊത്ത് ആയിരിക്കുന്നു. ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ.